നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. KSRTC സമരം സമവായത്തിലൂടെ പരിഹരിക്കണമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. KSRTC അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ശശീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC അനിശ്ചിതകാല സമരത്തിലേക്കെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെട്ട സമരസമിതിയാണ് ഇന്ന് പണിമുടക്ക് നടത്തുന്നത്. KSRTCയിലെ ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാനേജ്മെന്റ് ഇന്ന് രാവിലെയോടെ ചർച്ച നടത്തിയത്. MD ടോമൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിലായിരുന്നു തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തിയത്. KSRTC അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണമെന്ന് KSRTC MD ടോമൻ ജെ തച്ചങ്കരി ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും യൂണിയൻ നേതാക്കൾ നിലപാടെടുത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അതേസമയം ഒക്ടോബറിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് തൊഴിലാളി യൂണിയനുകൾ പരാതിപ്പെടുന്നു. അതിനിടെ സമരത്തിലുള്ള യൂണിയനുകളുടെ പല ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് ഭാവി നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് KSRTC MD ടോമൻ ജെ തച്ചങ്കരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. KSRTCയിലെ വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് അനിശ്ചിതകാല പണിമുടക്കുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പാക്കുക, ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക, പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് അർദ്ധരാത്രിയോടെ KSRTC പണിമുടക്ക് തുടങ്ങുന്നത്. KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും പണിമുടക്കല്ലാതെ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെട്ട സമരസമിതിയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് തലത്തിലുള്ള ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ മാത്രമേ സർക്കാർ ഇടപെടുകയുള്ളൂ എന്നായിരുന്നു ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ശശീന്ദ്രൻ സമവായം എന്ന ഒരു ഉപാധി മുന്നിൽ വെച്ച് ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഡിസംബറിൽ 1 ഗഡു കുടിശ്ശിക ക്ഷാമബദ്ധ നൽകാമെന്ന വാക്ക് പാലിക്കാഞ്ഞതാണ് യൂണിയനുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം തീർന്നില്ലെന്ന് നേതാക്കൾ പറയുകയാണ്. ശമ്പള പരിഷ്കരണത്തിലും പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതിലും ഡിസംബറിൽ ഗതാഗത മന്ത്രിയും തൊഴിൽ മന്ത്രിയും നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. MDയുമായി നടത്തുന്ന ചർച്ച പരാജയപ്പെട്ടതോടെ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടർച്ചയായ ഹർത്താലിനും പണിമുടക്കിനും പിന്നാലെ ബസ് സമരം കൂടി വരുന്നത് ജനജീവിതം ദുസ്സഹമാക്കും എന്നതിൽ സംശയമില്ല. കോർപ്പറേഷന്റെ വരുമാനത്തെയും കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് സർക്കാരും KSRTCയോട് ആവശ്യപ്പെടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ പണിമുടക്കിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയും KSRTCക്ക് ഇല്ല. ഈ സമരവുമായി ജീവനക്കാർ മുന്നോട്ട് പോയാൽ അതിഭീകര പ്രതിസന്ധിയാണ് കോർപ്പറേഷനെ കാത്തിരിക്കുന്നത്. അതിന്റെ സമരത്തെ വിമർശിച്ച് ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. KSRTC പൊതുഗതാഗത സംവിധാനമാണെന്ന് ഓർമ്മ വേണമെന്ന് കോടതി പറഞ്ഞു. നാട്ടുകാരെ കാണിക്കാൻ സമരം ചെയ്യരുതെന്ന് പറഞ്ഞ കോടതി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുമ്പോൾ സമരം എന്തിനെന്നും ചോദിച്ചു. മുൻകൂർ നോട്ടീസ് നൽകി എന്നത് സമരം നടത്താനുള്ള അവകാശമല്ലെന്നും പൊതുഗതാഗത സംവിധാനം എന്ന നിലയിൽ സമരം നിയമവിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ KSRTC സർവീസുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലച്ചേക്കും.